പ്രവാചകന്റെ നാടായ സൗദി, കഅബ ആരുടേതായിരുന്നു മുസ്ലിമീങ്ങളെ? കഅബ ആരുടെ? നിങ്ങൾ ഇപ്പോഴും വർഷാവർഷം ഹജ്ജിന് പോകുന്ന, നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി പിശാചിനെ എറിയാൻ പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, കഅബ. ഈ കഅബ ആരുടേതായിരുന്നു? നിങ്ങൾ ചരിത്രം പഠിക്കുക. കഅബ ആരുടേതാണെന്ന് അറിയുമ്പോൾ പേഗൻ മതക്കാരുടേതായിരുന്നു. പേഗൻ എന്ന് പറയുന്ന ഒരു മതക്കാരുണ്ടായിരുന്നു സൗദി അറേബ്യയിൽ, മുഹമ്മദ് ജനിച്ച സ്ഥലത്ത്. മുഹമ്മദിന്റെ ആവിർഭാവം വരുന്നതിന് മുമ്പ് മുഹമ്മദ് അല്ലേ ഇസ്ലാം മതം ഉണ്ടാക്കിയത്. ഈ ഇസ്ലാം എന്ന് പറയുന്ന 1500 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. നിങ്ങൾ ഉസ്താദന്മാര് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ആദൻ നബി മുതൽ മുസ്ലിം ആയിരുന്നു, ആദൻ നബി അതായത് ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യൻ മുതൽ മുസ്ലിം ആയിരുന്നു എന്നും പറഞ്ഞ് നിങ്ങളുടെ ഉസ്താദന്മാര് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തെങ്കിലും തെളിവുകളുണ്ടോ? എന്തെങ്കിലും തെളിവുണ്ടോ ആദൻ നബി മുസ്ലിം ആയിരുന്നു എന്ന്? ഇപ്പൊ നിങ്ങളുടെ ജൂതന്മാരുടെ പ്രധാന പ്രവാചകനായ മോശെ പ്രവാചകൻ, ഈ മോശെ പ്രവാചകൻ മുസ്ലിമാണെന്ന് പറഞ്ഞാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. മൂസാ നബി എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ മോശെ പ്രവാചകൻ മുസ്ലിം ആയിരുന്നു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എവിടെയെങ്കിലും ചരിത്രത്തിൽ ഒരു തെളിവുണ്ടോ? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് എന്ന അറബി വാചകം ഉദ്ധരിച്ചാൽ മാത്രമേ ഒരുത്തൻ മുസ്ലിം ആവുകയുള്ളൂ. അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അള്ളാഹുവിന്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയണം. എന്നാൽ മാത്രമേ മുസ്ലിം ആവുകയുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഈ മൂസാ നബിയോ ഈ അതിനുശേഷം വന്ന ക്രിസ്ത്യാനികളുടെ പ്രവാചകൻ എന്ന് പറയുന്ന യേശു ക്രിസ്തുവോ ഇവരൊക്കെ മുസ്ലിമാണല്ലോ. നിങ്ങൾക്ക് ദാവൂദ് മുസ്ലിമാണ്, ദാവീദ് നബി അതായത് ദാവൂദ് പ്രവാചകൻ, സോളമൻ പ്രവാചകൻ, സുലൈമാൻ നബി എന്നൊക്കെ പേരിട്ട് നിങ്ങൾ വിളിക്കുന്നുണ്ട്. ജോസഫിനെ യൂസഫ് നബി എന്നൊക്കെ പറയാറുണ്ട്. ഇവരൊക്കെ മുസ്ലിമാണെന്നാണ് നിങ്ങളെ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ മുസ്ലിം ആയിരുന്നു എന്നും ഇവരൊക്കെ ഈ ഷഹാദത്ത് കലിമ ചൊല്ലിയതായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും തെളിയിക്കാൻ പറ്റും? ഒരിടത്തും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല. ഒരിടത്തും ഇല്ല. ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഈ ഉസ്താദന്മാരുടെ മദ്രസ പൊട്ടത്തരം പറച്ചിലല്ലാതെ നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്ത് ഒരു കണികയുടെ തെളിവ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റിയല്ല ഇവരൊക്കെ മുസ്ലിം ആയിരുന്നു. മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന മതം ആവിർഭാവം കൊള്ളുന്നത് കേവലം 1400 കൊല്ലം മുമ്പാണ്. ക്രിസ്തു 600-ആം ആണ്ടിലാണ് ഈ മതം രൂപം കൊള്ളുന്നത്. അതിനുശേഷം നിങ്ങൾ ചരിത്രം പഠിക്ക്, ലോകത്തുള്ള ചരിത്രം പഠിക്ക്. ഇസ്ലാം എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പടർന്നു കയറിയത്? ഇസ്ലാം എങ്ങനെയാണ് പടർന്നു കയറിയത്? ഈ മതത്തിലേക്ക് അയ്യോ ഈ മതം എന്തോ ഭയങ്കര മതമാണ്, ഈ മതത്തിൽ കയറിയ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം, യുവാക്കൾക്ക് സ്വാതന്ത്ര്യം, കുട്ടികൾക്ക് സ്വാതന്ത്ര്യം, മറ്റ് മതസ്ഥർക്ക് സ്വാതന്ത്ര്യം, നല്ല എല്ലാത്തിനും സ്വാതന്ത്ര്യം. അങ്ങനെ ഈ മതത്തിനുള്ളിലെ ഈ സ്വാതന്ത്ര്യം കണ്ട് വിജൃംഭിച്ച് വിസ്മയിച്ച് ഈ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൂതന്മാരും മറ്റു മതസ്ഥരും എല്ലാം നിങ്ങളുടെ മതത്തിലേക്ക് പ്രവേശിച്ചതാണോ? നിങ്ങളുടെ മതത്തിലേക്ക് അങ്ങനെ പ്രവേശിച്ചതാണോ? നിങ്ങളുടെ മതത്തിലേക്ക് ഒരു മനുഷ്യൻ ഈ ഇസ്ലാം മതം ഒരു നല്ല മതമാണ്, എല്ലാം കൊണ്ടും നല്ല മതമാണ്, ഈ മതത്തിനകത്ത് ജനാധിപത്യമുണ്ട്, മതേതരത്വമുണ്ട്, അന്യമതസ്ഥരെ ഈ മതം ബഹുമാനിക്കുന്നു, അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെ അന്യമതസ്ഥരുടെ ദൈവങ്ങളെയും ബഹുമാനിക്കുന്നു, അന്യമതത്തിലെ സ്ത്രീകളെ ബഹുമാനിക്കുന്നു, ഈ മതത്തിൽ തന്നെയുള്ള സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നു, എല്ലാം കൊണ്ട് സ്വാതന്ത്ര്യം, കുട്ടികൾക്കും എല്ലാത്തിനും സ്വാതന്ത്ര്യം. അങ്ങനെ കണ്ടുകൊണ്ട് ഈ മതത്തിലെ അതേപോലെ തന്നെ നല്ല മാനവികതയുള്ള ഒരു മതം, ഇങ്ങനെ ഈ മതത്തിലെ മാനവികതയും സ്വാതന്ത്ര്യവും ഒക്കെ കണ്ട് ആരെങ്കിലും നിങ്ങളുടെ മതം സ്വീകരിച്ചിട്ടുണ്ടോ? ലോകത്ത് ഒരു മനുഷ്യനെ കാണിച്ചു തരാമോ നിങ്ങളുടെ മതം പഠിച്ച്, നിങ്ങളുടെ ഖുർആന്റെ പരിഭാഷ പഠിച്ച്, അല്ലെങ്കിൽ ഹദീസുകൾ വായിച്ച്, നിങ്ങളുടെ മുഹമ്മദ് നബിയുടെ മാനവികത തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ മുഹമ്മദ് നബി മാനവരിൽ മഹോന്നതനാണെന്ന് തിരിച്ചറിഞ്ഞ് ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ മതത്തിലേക്ക് വന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഒരാളെ നിങ്ങൾക്ക് കാണിച്ചതാ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇന്നയാൾ ഇസ്ലാം മതം സ്വീകരിച്ചു, ഇന്ന പ്രമുഖൻ ഇസ്ലാം മതം സ്വീകരിച്ചു, ഇന്ന മറ്റേടത്തെ ആൾ സ്വീകരിച്ചു, മറിച്ചവൻ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കാമോ? ഇസ്ലാമിലെ സ്വാതന്ത്ര്യം ഞാൻ കണ്ട്, ഇസ്ലാമിലെ അന്യമതസ്ഥരോടുള്ള അന്യമതസ്ഥരോടുള്ള ആ ബഹുമാനം കണ്ട്, അല്ലെങ്കിൽ അന്യമതസ്ഥർക്കും അന്യമത ചിഹ്നങ്ങൾക്കും അന്യമത ആരാധന സ്ഥാപനങ്ങൾക്കും അന്യമത ദൈവങ്ങൾക്കും കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം കണ്ട്, ഇസ്ലാമിലെ തന്നെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആ സ്വാതന്ത്ര്യം കണ്ട്, ഇസ്ലാമിലെ തന്നെ ആ മാനവികത കണ്ട്, ആ തുല്യത കണ്ട് ആണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. എന്റെ മതത്തിൽ അങ്ങനെ ഒരു തുല്യതയില്ല. എന്റെ മതത്തിൽ സ്ത്രീകളെ ഞങ്ങൾ രണ്ടാം കിട പൗരന്മാരായിട്ട് കണക്കാക്കുന്നു. എന്റെ മതത്തിലെ ദൈവവും എന്റെ മതത്തിലെ ഗ്രന്ഥങ്ങളും അന്യമതങ്ങളെ അന്യമതങ്ങളെ നുണകളായിട്ടും അന്യമതങ്ങൾ മനുഷ്യ സൃഷ്ടിയായിട്ടുമാണ് കാണുന്നത്. അല്ലെങ്കിൽ അന്യമതത്തിനെ താഴ്ത്തിക്കെട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അന്യമതത്തിനെ ഒരു രണ്ടാം കിട മതമായിട്ട് കാണുന്നു. പക്ഷെ ഇസ്ലാം മതത്തിൽ ഇതൊന്നുമില്ല. ഇസ്ലാം മതം സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ മതമാണ്. ഇസ്ലാം മതം എല്ലാ മതങ്ങൾക്കും, ഈ ലോകത്തുള്ള മറ്റുള്ള എല്ലാ മതങ്ങൾക്കും ഇസ്ലാമിന് കൊടുക്കുന്ന അതേ സ്വാതന്ത്ര്യം തന്നെ കൊടുക്കുന്നു, അതേ തുല്യത തന്നെ കൊടുക്കുന്നു, അതേ തുല്യ നീതി തന്നെ കൊടുക്കുന്നു. അതേപോലെ സ്ത്രീകൾക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതേപോലെ തന്നെ മാനവികത ഈ മതത്തിൽ നിറഞ്ഞു തുളുമ്പുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത്. അതുകൊണ്ടാണ് എന്റെ കുടുംബം ഇസ്ലാം സ്വീകരിച്ച്
എന്ന് നിങ്ങൾക്ക് ചരിത്രത്തിൽ നിങ്ങളെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കടന്നു വന്ന ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാമെങ്കിൽ ഈ നാസർ കൊടിമരം ഇതാ ഇന്ന് നിങ്ങളുടെ മതം സ്വീകരിക്കാം. ഇന്നിത് ഈ നിമിഷം നിങ്ങളുടെ മതം ഞാൻ സ്വീകരിക്കാം. യുക്തിവാദം വിട്ടിട്ട് ഞാൻ നിങ്ങളുടെ മതത്തിലേക്ക് കടന്നു വരാം. ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് നിങ്ങൾക്ക് പറയിപ്പിക്കാൻ പറ്റുമോ? പറയിപ്പിക്കാൻ സാധിക്കുകയില്ല സഹോദരങ്ങളെ. നിങ്ങളുടെ മതമുണ്ടായത് മുഴുവൻ മറ്റ് വാള് കഴുത്തിൽ വെച്ചും ഭീഷണിപ്പെടുത്തിയും ജിസിയ കൊടുക്കാൻ പറ്റാതെയും ഒക്കെയാണ് നിങ്ങളുടെ മതത്തിലേക്ക് ആളുകൾ കടന്നു വന്നത്. നിങ്ങളുടെ മതത്തിലേക്ക് ആളുകൾ കടന്നു വന്ന അങ്ങനെയാണ്. അല്ല നിങ്ങളുടെ മതത്തിലേക്ക് ഒരുത്തരും നിങ്ങളുടെ മതത്തിന്റെ ആ സാഹോദര്യം കണ്ടോ, ആ മാനവികത കണ്ടോ, ആ സഹജീവി സ്നേഹം കണ്ടോ നിങ്ങളുടെ മതത്തിലേക്ക് ഒരു മനുഷ്യനും കടന്നു വന്നിട്ടില്ല. ഒരൊറ്റയാൾ പോലും കടന്നു വന്നിട്ടില്ല. നിങ്ങളുടെ മതം വളർന്നത് മുഴുവൻ വാളുകൊണ്ടാണ്. നിങ്ങളുടെ മതം വളർന്നത് മുഴുവൻ പ്രകോപനങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും ഭീഷണികൾ കൊണ്ടുമാണ്. അല്ല നിങ്ങളുടെ മതം ഒരിടത്തും വളർന്നിട്ടില്ല. ഇസ്ലാം എങ്ങനെയാണ് ഇന്ത്യയിൽ ക്ലച്ച് പിടിച്ചത്? മുഗളന്മാരുടെ കാലത്തല്ലേ ഇസ്ലാം ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കുന്നത്? നിങ്ങളുടെ ആരാധനാലയങ്ങൾ ഇവിടെ ഉയരുന്ന ഈ മുഗളന്മാരുടെ കാലത്തല്ലേ? നിങ്ങളുടെ മതം ഇത്രയധികം വളർന്നപ്പോഴാണ് മുഗളന്മാർ 1000-200 കൊല്ലം ഭരിച്ചപ്പോഴാണ്. എന്തുകൊണ്ട് ആ സമയത്ത് ഇസ്ലാം ഇവിടെ വളർന്നു? പേടിപ്പിച്ചു വളർത്തി. ബാബറും ഔറംഗസീബും ഹുമയൂണും അക്ബറും പിന്നെ ടിപ്പു സുൽത്താനും ഹൈദരലിയും ഒക്കെ ഇവിടെ എങ്ങനെയാണ് ഇസ്ലാം മതത്തെ വളർത്തിയത്? ആ സമയം നിങ്ങളുടെ മതത്തിലേക്ക് ആൾക്കാർ കടന്നു. എന്തുകൊണ്ടാണ് കടന്നു? ബാബറിന്റെയും ഹുമയൂണിന്റെയും ഒക്കെ മാനവികത കണ്ടാണോ? അവരുടെയൊക്കെ അന്യമത സ്നേഹം കണ്ടാണോ? അവരുടെയൊക്കെ സ്ത്രീകളോടുള്ള പിന്നെ ബഹുമാനം കണ്ടാണോ? അവരൊക്കെ അന്യമതസ്ഥർക്ക് കൊടുക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യം കണ്ടാണോ? അല്ലല്ലോ. ഒരാളെയെങ്കിലും തെളിയിക്കാമോ ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ ഈ ചക്രവർത്തിമാർ മറ്റു മതസ്ഥരോട് കാണിച്ച പിന്നെ ബഹുമാനം കൊണ്ടും മറ്റു മതസ്ഥരോട് കാണിച്ച മാനവികത കൊണ്ടും ഒക്കെയാണ് നിങ്ങളുടെ മതത്തിലേക്ക് മറ്റു മതസ്ഥർ കടന്നു വന്നത് എന്ന് മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് നിങ്ങളുടെ മതത്തിലേക്ക് ആൾക്കാർ കടന്നു വന്നത് എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണിക തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാമോ? കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ മതം വളർന്ന് ഈ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്ത് ഇന്ത്യയിൽ നിങ്ങളുടെ മതം വളരുന്നത് അവരുടെ വാളിന്റെ തലപ്പ് കൊണ്ടാണ്, അവരുടെ ഭീഷണികൾ കൊണ്ടാണ്. അവർ ജിസിയ വെച്ചു. നിങ്ങളുടെ അന്യമതസ്ഥർ ഇവിടെ താമസിക്കണമെങ്കിൽ, അവർ ജീവിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജിസിയ തരണമെന്ന് പറഞ്ഞു, മതനികുതി തരണമെന്ന് പറഞ്ഞു. ആ മതനികുതി കൊടുക്കാനില്ലാഞ്ഞിട്ടും ആ മതനികുതി കൊടുത്തവരുടെ ഈ മുഗളന്മാരെ അടിമയായിട്ട് ജീവിക്കാൻ സാധിക്കാത്തതുകൊണ്ടൊക്കെയാണ് നിങ്ങളുടെ മതത്തിലേക്ക് ആൾക്കാർ കടന്നു വന്നത്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, സൗദി അറേബ്യയിൽ ഇത് തന്നെയായിരുന്നു. ആദ്യമായി ജിസിയ ഏർപ്പെടുത്തിയത് മുഹമ്മദ് നബിയാണ്. അത് ഖുർആൻ 9:29 പറയുന്നു, ഖാതലുല്ലദീന ലാ യുമിനൂന ബില്ലാഹി വല്ലൗമിൽ ആഖിരി വലാ യുഹർരിമൂന മാ ഹറമല്ലാഹു റസൂലഹു വലാ യദീനൂന ദീനുൽ ഹഖ് മിനല്ലദീന ഊതുൽ കിതാബ ഹത്താ യൂതുൽ ജിസിയ അൻ യദിൻ വഹും സായിറൂൻ. സൂറ പിന്നെ 9:29 സൂറത്തുൽ തൗബ 29 ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അർത്ഥം അല്ല പിന്നെ ഖാത്തുല്ലദീന ലാ അല്ലേ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും അവന്റെ മതമായ സത്യമതമായ ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങി കൈയോടെ കപ്പം തരുന്നത് വരെ. അന്യദ്ദിൻ വഹും സായിറൂ എന്ന് പറഞ്ഞാൽ അവർ കീഴടങ്ങി കൈയോടെ കപ്പം തരുന്നവരെ, അതായത് ജിസിയ കൊടുക്കുന്നത് വരെയെന്ന്. എങ്ങനെ? എന്തിന്? അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുക. അള്ളാഹു എന്ന് പറയുന്ന ആരാണ്? മുസ്ലിമിന്റെ ദൈവം. മുഹമ്മദിന്റെ ദൈവമായ അള്ളാഹുവിലും അന്ത്യദിനത്തിനും, ഈ ലോകത്തിന് ഒരു അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതൻ എന്ന് പറഞ്ഞ മുഹമ്മദ് നബി, അള്ളാഹുവും അവന്റെ ദൂതനായ മുഹമ്മദ് നബിയും ഹറാമാക്കിയതിനെ ഹറാമാക്കുകയും, അതായത് അവരെന്തൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ടോ അതൊക്കെ നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും സത്യമതമായ ഇസ്ലാം മതത്തെ സത്യമതമായി, അതായത് അള്ളാഹുവിന്റെ മതമായി ഏക സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക. അവർ കീഴടങ്ങി, അതായത് അവർ ഇസ്ലാമിന് കീഴടങ്ങി കയ്യോടെ കപ്പം തരുന്നത് വരെ എന്ന്. മനസ്സിലായോ നിങ്ങൾക്ക്? സൂറത്തുൽ തൗബ 29 ബാക്കിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജിസിയ കൊടുക്കുക, ഇങ്ങനെയൊക്കെ ഈ ജിസിയ കൊടുത്തൊക്കെ മടിമകളാക്കി ആ സമയത്ത് ഈ ആയത്തിറങ്ങിയപ്പോഴാണ് അവിടുന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ പലായനം ചെയ്യുന്നത്. അവിടെ അതിനു മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും ലക്ഷക്കണക്കിനുണ്ടായിരുന്നു. അവരൊക്കെ പലായനം ചെയ്യുന്ന ഈ ആയത്തിറങ്ങിയപ്പോഴാണ്. ഒന്നുകിൽ കൊല്ലപ്പെടും അല്ലെങ്കിൽ ജിസിയ കൊടുക്കണം. മതനികുതിയായ ജിസിയ, ഇസ്ലാമിക നികുതി ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമിക ഗവൺമെന്റിന്റെ, മുഹമ്മദിന്റെ ഗവൺമെന്റിന് കൊടുക്കണം, അല്ലെങ്കിൽ മുഹമ്മദിന്റെ ഖിലാഫറ്റിന് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തല പോവും, അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജിസിയ കൊടുത്ത അടിമയെ പോലെ ജീവിക്കണം.
മുസ്ലിമിന്റെ അടിമയെ പോലെ ജീവിക്കണം മറ്റു മതസ്ഥർ. അന്നേരമാണ് അവിടെ നിന്ന് ജൂതന്മാരും ക്രിസ്ത്യാനികളും അന്യമതസ്ഥരും പേഗൻ മതക്കാരും ഖുറൈശി ബഹുദൈവ വിശ്വാസികളും ഒക്കെ പലായനം ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ മുസ്ലിമീങ്ങളെ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരവിടെ നിന്ന് പലായനം ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? അവരുടെ ആരാധനാലയങ്ങൾ, ജൂതന്മാരുടെ സിനഗോഗുകളൊക്കെ പൊളിച്ചു. എന്നിട്ട് അവിടെ മസ്ജിദുകൾ പണിതുയർത്തി. ക്രിസ്ത്യാനികളുടെ ചർച്ചുകളെല്ലാം പൊളിച്ചു. എന്നിട്ടോടെ നിങ്ങളുടെ ആരാധനാലയങ്ങൾ, നിങ്ങളുടെ മോസ്കുകൾ പണിതുയർത്തി. എന്തിനേറെ പറയുന്നു, കഅബാലയം, നിങ്ങൾ വർഷാവർഷം ഹജ്ജിന് പോകുന്ന കഅബാലയം മക്കത്ത് മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ മുഖ്യ മതമായിരുന്ന പേഗൻ മതക്കാരുടെ ആരാധനാലയമായിരുന്നു കഅബ എന്ന് പറയുന്ന ആരാധനാലയം. ആ കഅബ വരെ മുഹമ്മദ് എന്ത് ചെയ്തു? പേഗൻ മതക്കാർ അവിടെ വെച്ചിരുന്ന 360ഓളം വിഗ്രഹങ്ങൾ താച്ചുടച്ചിട്ട് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിഗ്രഹം, ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹുവിന്റെ വിഗ്രഹം മാത്രം അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ബാക്കി എല്ലാ വിഗ്രഹങ്ങളും തച്ചുടച്ചു. കാബയുടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് തച്ചുടച്ചു. എന്നിട്ട് മുഹമ്മദ് പ്രഖ്യാപിച്ചു, ഇന്ന് മുതൽ ഇത് അള്ളാഹുവിന്റെ ആരാധനാലയമാണ്. ഇന്ന് മുതൽ ഈ കഅബ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വീടാണ്, അള്ളാഹുവിന്റെ വസതിയാണ്. ഇന്ന് മുതൽ ഇവിടെ മറ്റു മതസ്ഥർക്കാർക്കും പ്രവേശനമില്ല, മറ്റു മതസ്ഥരുടെ വിഗ്രഹങ്ങൾക്കും പ്രവേശനമില്ല. അന്ന് മുതലാണ് മക്കയുടെ 25 കിലോമീറ്റർ ചുറ്റളവിൽ അന്യ മതസ്ഥൻ ചെന്നാൽ ജയിലിലാകുന്ന നിയമം വരുന്നത്. ഇന്നും സൗദി അറേബ്യയിൽ നിങ്ങൾ ചെന്നാൽ ഏത് അന്യമതസ്ഥന് സൗദി അറേബ്യയിൽ എവിടെയും പോകാം. പക്ഷെ മക്കത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റിയല്ല. മുസ്ലിം അല്ല എന്നുണ്ടെങ്കിൽ മക്കത്ത് നിങ്ങൾക്ക് കാലുകുത്താൻ പറ്റില്ല. മക്കയുടെ 25 കിലോമീറ്ററിനുള്ളിൽ ചുറ്റളവിനുള്ളിൽ കാലുകുത്താൻ പറ്റില്ല. ജിദ്ദയിൽ നിന്നും റോഡ് കിടപ്പുണ്ട്, ഒള്ളി മുസ്ലിം എന്ന് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ജിദ്ദയിൽ നിന്നും മക്കയിലേക്ക് ഒരു ഹൈവേ ഉണ്ട്, അതിന്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒള്ളി മുസ്ലിം, മുസ്ലിമിന് മാത്രം. മനസ്സിലായോ? പട്ടിയും പാമ്പും പഴുതാരയും പൂച്ചയും ആ റോട്ടിലൂടെ പോവും. ഈ പട്ടിയും പൂച്ചയും പാമ്പും പഴുതാരയും അവിടെ വിസർജിക്കും. പക്ഷെ ഒരു അന്യമതസ്ഥരയിലെ വണ്ടി ഓടിച്ചു പോയാൽ, ഒരു അന്യമതസ്ഥൻ അവിടെ കാലുകുത്തിയാൽ ജയിലിനകത്താവും. കാരണം എന്താണ്? മുഹമ്മദ് കൊണ്ടുവന്ന ഈ ആയത്ത്, മുഹമ്മദ് കൊണ്ടുവന്ന ഈ നിയമം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് മാനവികതയുള്ള മുസ്ലിമീങ്ങളെ? അവിടെ ഉണ്ടായിരുന്ന ഈ സൗദി അറേബ്യ എങ്ങനെയാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറിയത്? 100% മുസ്ലിമീങ്ങൾ മാത്രം വസിക്കുന്ന രാജ്യമായി എങ്ങനെയാണ് മാറിയത്? നിങ്ങളുടെ മുഹമ്മദ് അല്ലേ ഈ മതം ഉണ്ടാക്കിയത്? നിങ്ങളുടെ മുഹമ്മദിന്റെ മതമല്ലേ? നിങ്ങളുടെ മതം എന്ന് പറയുന്നത് സമാധാന മതം എന്നല്ലേ നിങ്ങൾ ഇവിടെ പറയുന്നത്? MM അക്ബർ മുതൽ മദ്രസ പൊട്ടന്മാർ വരെ ഇവിടെ വന്നിച്ച് പറഞ്ഞ് ഞങ്ങളുടെ മതം സമാധാന മതമാണ് എന്നല്ലേ പറഞ്ഞത്? ആ സമാധാന മതത്തിന്റെ പ്രവാചകൻ ജനിച്ച നാട്, ആ സമാധാന മതത്തിന്റെ കിതാബ് ഇറങ്ങിയ നാട്, ആ നാട്ടിൽ എങ്ങനെ 100% മുസ്ലിം മാത്രമായി? മുസ്ലിമീങ്ങളെ 100% മുസ്ലിമിന് മാത്രം അവിടെ വീട് വെച്ച് താമസിക്കണമെങ്കിൽ, വസതിയും വസ്തുവും കിട്ടണമെങ്കിൽ മുസ്ലിം ആയിരിക്കണം. മറ്റൊരു ജൂതന് കിട്ടില്ല, ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടില്ല, ഒരു ഹിന്ദുവിന് കിട്ടില്ല. അവൻ പൗരത്വം കിട്ടണമെങ്കിൽ മുസ്ലിം മാത്രമായിരിക്കണം. ആരാധനാലയം പണിയണമെങ്കിൽ മുസ്ലിമിന്റെ ആരാധനാലയം മാത്രം പണിയണം. ജൂതന് പണിയാൻ പറ്റില്ല, ഹിന്ദുവിന് പണിയാൻ പറ്റില്ല, ക്രിസ്ത്യാനിക്ക് പണിയാൻ പറ്റില്ല. എവിടെ? ഈ സമാധാന മതത്തിന്റെ നാട്ടിൽ, ഈ സമാധാന മതക്കാരുടെ നാട്ടിൽ, ഈ സമാധാന മതക്കാരുടെ പ്രവാചകൻ ജനിച്ച നാട്ടിൽ, ഈ സമാധാന മതക്കാരുടെ പ്രവാചകൻ വളർന്ന നാട്ടിൽ, ഈ സമാധാന മതക്കാരുടെ പ്രവാചകൻ ഭരിച്ച നാട്ടിൽ അവിടെ ഒരു അന്യമതസ്ഥന് അവന്റെ ആരാധനാലയം പണിയാൻ പറ്റില്ല. അവിടെ ഒരു അന്യമതസ്ഥന് അവന്റെ മതം പ്രചരിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഒരു അന്യമതസ്ഥന് വസ്തുവോ ഭൂമിയോ കിട്ടില്ല. എന്നിട്ടാണ് ഈ മുസ്ലിങ്ങൾ ഈ കേരളത്തിൽ വന്നിരുന്ന്, ഈ ഇന്ത്യയിൽ വന്നിരുന്ന് ജനാധിപത്യം ഘോരഘോരം പ്രസംഗിക്കുന്നത്, മതേതരത്വം ഘോരഘോരം പ്രസംഗിക്കുന്നത്, ഞങ്ങളുടെ പള്ളി ഇടിച്ച് നിരപ്പാക്കി അവിടെ അമ്പലം പണിതു എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലെ അമ്പലങ്ങളോടെ പോയി, സൗദി അറേബ്യയിലെ ഖുറൈശി ഗോത്രമതക്കാരുടെ വിഗ്രഹാരാധനാലയങ്ങളോടെ പോയി, സൗദി അറേബ്യയിലെ ക്രിസ്ത്യാനികളുടെ ചർച്ചുകളോടെ പോയി, സൗദി അറേബ്യയിലെ ജൂതന്മാരുടെ സിനഗോഗുകളോടെ പോയി. മുസ്ലിമീങ്ങൾ ഉത്തരം പറയണം. ഇന്ത്യയിൽ നിന്ന് ജനാധിപത്യം പ്രസംഗിക്കുന്ന, മതേതരത്വം പ്രസംഗിക്കുന്ന മുസ്ലിമീങ്ങളും മുസ്ലിം മത നേതാക്കന്മാരും മദ്രസ മൗലവിമാരും ഒക്കെ ഉത്തരം പറയണം. പറയാൻ പറ്റുമോ? ഉത്തരം പറ നിങ്ങൾ. എന്നിട്ട് നമുക്ക് ബാബരി മസ്ജിദിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ടോ? ബാബരി മസ്ജിദ് എങ്ങനെയാണ് പണിതത്? ബാബർ അവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവ അമ്പലം പൊളിച്ചിട്ടാണ് അവിടെ ബാബറിന്റെ പള്ളി അവിടെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞത് അവിടെ ആ ജൂത ഉത്ഖനനത്തിന് നേതൃത്വം കൊടുത്ത KK മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി തന്നെയായിരുന്നു. മനസ്സിലായോ? ഹിന്ദുക്കൾ നിങ്ങളുടെ പള്ളി അടിച്ചു തകർക്കുക അല്ല ചെയ്ത്, അവരുടെ അമ്പലം പൊളിച്ചിട്ട് ബാബർ പണിതെടുത്ത് അത് തിരിച്ചു മേടിക്കുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങളുടെ മുഹമ്മദ് അങ്ങനെയാണോ ചെയ്തത്? നിങ്ങളുടെ മുഹമ്മദ് അങ്ങനെയാണോ ചെയ്തത്? സൗദി അറേബ്യയിൽ നിങ്ങളുടെ മുഹമ്മദ് അങ്ങനെയാണോ ചെയ്തത്? അല്ല.
ജൂതന്റെ ആരാധനാലയങ്ങൾ, ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ, പേഗൻ മതക്കാരുടെ ആരാധനാലയങ്ങൾ, പിന്നെ ഖുറൈശി മതക്കാരുടെ ആരാധനാലയങ്ങൾ, സാബി മതക്കാരുടെ ആരാധനാലയങ്ങളൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് അവിടെയൊക്കെ മസ്ജിദുകൾ പണിതുയർത്തി. എപ്പോൾ പണിതുയർത്തി? മുഹമ്മദിന് ആധിപത്യം കിട്ടിയപ്പോൾ, ഇസ്ലാം മതത്തിന് ആധിപത്യം കിട്ടിയപ്പോൾ, മക്ക വിജയത്തിന് ശേഷം. ശരിയല്ല ഞാൻ പറഞ്ഞത്? ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ് മുസ്ലിം ആരാധനാലയങ്ങൾ ഉയർന്നത്? ഇന്നും രാമായണം പാഠ്യ വിഷയമായ ഇന്തോനേഷ്യയിൽ, ഇന്നും ഹൈന്ദവ ആചാരങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്തോനേഷ്യയിൽ, ഇന്നും അവിടെ കറൻസിയിൽ പോലും ഗണപതിയുടെ ചിത്രമുള്ള ഇന്തോനേഷ്യയിൽ എങ്ങനെയാണ് ഇസ്ലാം വളർന്നത്? എങ്ങനെയാണ് ഇസ്ലാമിക ആരാധനാലയങ്ങൾ അവിടെ ഉണ്ടായത്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വഖഫ് ഏറ്റെടുത്ത്, വഖഫ് നിയമത്തിലൂടെയാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഇസ്ലാമിക രാജ്യമായി മാറിയത്. വഖഫ് ചെയ്ത അവരുടെ ഭൂമികൾ ഹിന്ദുക്കളുടെയും ജൂതന്മാരുടെയും പിന്നെ മറ്റ് അവിടുത്തെ ഉണ്ടായിരുന്ന ബുദ്ധമതക്കാരുടെയും ജൈന മതക്കാരുടെയും പാഴ്സികളുടെയും ഒക്കെ ഹൈന്ദവ മതക്കാരുടെയും ഒക്കെ വസ്തുക്കൾ വഖഫ് ചെയ്താണ് ഇന്തോനേഷ്യ ഇസ്ലാമിക രാജ്യമായി മാറിയത്. മനസ്സിലായോ നിങ്ങൾക്ക്? അങ്ങനെയാണ് അവിടെ മോസ്കുകൾ പണിതുയർന്ന് ആ മോസ്കുകളൊക്കെ ഹിന്ദുക്കളുടെയും ബുദ്ധന്മാരുടെയും ജൈനന്മാരുടെയും ഒക്കെ ആരാധനാലയങ്ങളായിരുന്നു. അതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ടാണ് ഇന്തോനേഷ്യയിൽ ഇസ്ലാം മതം മോസ്കുകൾ പണിതുയർത്തിയത്. ഇന്ത്യയിലും ഇത് തന്നെ മുഗളന്മാരുടെ ഭരണകാലത്ത് നടന്നു, ഇത് തന്നെ യൂറോപ്പിലും നടന്നു. ഖലീഫ ഉമറിന്റെ ഭരണകാലത്ത് ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ, ഖലീഫ ഉമറിന്റെ സർവ്വസൈന്യാധിപനായിരുന്ന ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ യൂറോപ്പിലേക്കും സ്പെയിനിലേക്കും ഒക്കെ ഇസ്ലാം അധിനിവേശം നടത്തി. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് ഖലീഫ ഉമറിന്റെ ഭരണാധികാരികളാണ് അവിടെ ആരാധനാലയങ്ങൾ പണിതുയർത്തിയത്. ഇത് തന്നെയാണ് ഇസ്രയേലിൽ അങ്ങനെയാണ് പിന്നെ റോമാക്കാർ പൊളിച്ചിട്ട് പോയ ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഇന്നിരിക്കുന്ന ഈ ഡോൺ ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ബൈത്തുൽ മുഖദ്ദിസ് എന്ന് മുസ്ലിമീങ്ങൾ വിളിക്കുന്ന ഈ ബൈത്തുൽ മുഖദ്ദിസ് ഉണ്ടായത് ഖലീഫ ഉമറാണ് അവിടെ പണിതുയർത്തിയ ഡോൺ ഓഫ് ദ റോക്ക്. ഈ ഡോൺ ഓഫ് ദ റോക്ക് പണിതുയർത്തിയത് ആരാണ്? ഖലീഫ ഉമറിന്റെ കാലത്താണ്. റോമാക്കാർ പൊളിച്ചു കളഞ്ഞ ജെറുസലേം ദേവാലയത്തിന്റെ അവശിഷ്ടങ്ങളുടെ മുകളിൽ പണിത് ഒരു ആരാധനാലയം പണിതെങ്കിൽ അത് മുസ്ലിമീങ്ങളാണ് പണിതത്. റോമാക്കാർ അവിടെ ഒരു ആരാധനാലയവും പണിതില്ല. മുസ്ലിമീങ്ങൾ അവിടെ വന്ന് പണിതു ഖലീഫ ഉമറിന്റെ കാലത്ത്. എന്നിട്ട് നിങ്ങൾ എന്താണ് പറയുന്നത്? അത് ഞങ്ങളുടെ ആരാധനാലയമാണെന്ന്, ജെറുസലേം ഞങ്ങളുടേതാണെന്നാണ് ഇപ്പോഴും മുസ്ലിമീങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് യാതൊരു ധാർമ്മികമായി യാതൊരു യോഗ്യതയുമില്ല. നിങ്ങളുടെ ആരാധനാലയം പൊളിച്ചിട്ട് മറ്റു മതസ്ഥർ ആരാധനാലയം പണിതെന്ന് പറയുവാനോ, നിങ്ങളുടെ മതസ്ഥരുടെ ഏതെങ്കിലും ബിംബങ്ങൾ പൊളിച്ചു കളഞ്ഞിട്ട് മറ്റു മതസ്ഥർ അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുവാനോ മുസ്ലിമീങ്ങളെ, ജിഹാദികളെ, നിങ്ങൾക്ക് യാതൊരു യോഗ്യതയുമില്ല. കാരണം നിങ്ങളുടെ മുഹമ്മദ് നബി ചെയ്തതാണ്, നിങ്ങളുടെ ഖലീഫമാർ ചെയ്തത് ഇതാണ്. രണ്ടാം ഖലീഫ അബൂബക്കറിന്റെ കാലത്ത് മുഹമ്മദിന് ശേഷം മുസൈലിമ എന്നൊരു പ്രവാചകൻ മക്കത്ത് ഉയർന്നു വന്നു. മുസൈലിമ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മുഹമ്മദ് നബി വിശ്വസിച്ചിരുന്ന, ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന 70% മുസ്ലിമീങ്ങളും ഈ മുസൈലിമയുടെ പുറകെ പോയി. മുഹമ്മദിന്റെ ഭരണശേഷം ഈ മുസൈലിമ പ്രവാചകനാണെന്നും പറഞ്ഞ് അവിടെ മക്കത്ത് വന്നപ്പോൾ ഈ മുഹമ്മദിൽ വിശ്വസിച്ചിരുന്ന 70% മുസ്ലിമീങ്ങളും ഈ മുസൈലിമ എന്ന് പറയുന്ന ആളുടെ കൂടെ പോയി എന്ന് ചരിത്രം പറയുന്നു. ഈ മുസൈലിമ എന്താണ് ചെയ്തതെന്നറിയാമോ? അബൂബക്കറും അലിയും കൂടെ പോയി കൊന്നുകളയുകയാണ് ചെയ്ത മുസൈലിമയെ വെട്ടി തുണ്ടമാക്കി കളഞ്ഞു. കാരണം എന്താണെന്നറിയാമോ? മുസൈലിമ പ്രവാചകത്വം അവകാശപ്പെട്ടു. അപ്പോൾ മുസൈലിമയുടെ കൂടെ മുസ്ലിമീങ്ങൾ പോകുന്നു. ഇത് തന്നെയല്ലേ മുഹമ്മദും ചെയ്തത്? ഇത് തന്നെയല്ലേ ജിഹാദികളെ മുഹമ്മദും ചെയ്തത്? മുഹമ്മദ് എന്ത് പറഞ്ഞു? എനിക്ക് പ്രവാചകത്വം കിട്ടിയിരിക്കുന്നു, ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ്, എനിക്ക് ഹിറാ ഗുഹയിൽ ഇരുന്നപ്പോൾ ജിബ്രീൽ വന്ന് എന്നെ പ്രവാചകനാക്കിയിരിക്കുന്നു, എനിക്ക് ഖുർആനിലെ ആയത്തുകൾ പറഞ്ഞു തന്നു, ഞാൻ പ്രവാചകനാണ്, അതിനാൽ ഇനി മുതൽ നിങ്ങൾ എന്നെ പ്രവാചകനായിട്ട് കാണണം. ഇത് തന്നെയാണ് മുസൈലിമയും ചെയ്തത്. ഇതേ തെറ്റ് തന്നെയാണ് മുസൈലിമ എന്ന് പറഞ്ഞ വ്യക്തിയും ചെയ്തത്. അയാളും പറഞ്ഞു ഞാനും പ്രവാചകനാണെന്ന് പറഞ്ഞു. കാദിയാനി പറഞ്ഞതുപോലെ ഇല്ലേ, അഹമ്മദിയാക്കളുടെ നേതാവായ ഇമാം അഹമ്മദ് കാദിയാനി, നിങ്ങൾക്കറിയാമല്ലോ, ഇമാം അഹമ്മദ് കാദിയാനി ചെയ്തതുപോലെ അയാളും പറഞ്ഞു ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുസൈലിമയും ചെയ്തത്. ആ മുസൈലിമയെ മുഹമ്മദിന്റെ ആദ്യത്തെ ഖലീഫയായിരുന്ന ആദ്യത്തെ ഖലീഫയായിരുന്ന അബൂബക്കറും 4ാം ഖലീഫയായിരുന്ന അലിയും കൂടി ചേർന്ന് കൊന്നുകളഞ്ഞു ഈ മുസൈലിമയെ. അവിടെ എന്താണ് മാനവികത നിങ്ങൾക്കുണ്ടായത്? മുസ്ലിമീങ്ങളെ, മുഹമ്മദ് ചെയ്തത് തന്നെയല്ലേ മുസൈലിമയും ചെയ്തുള്ളൂ. മുഹമ്മദ് പറഞ്ഞു ഞാൻ പ്രവാചകനാണ്, ദൈവത്തിന്റെ പ്രവാചകനാണ് എന്ന് പറഞ്ഞു, എനിക്ക് വഹി കിട്ടുന്നു എന്ന് പറഞ്ഞു. മുസൈലിമ ഇത് തന്നെ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്, എനിക്ക് വഹി കിട്ടുന്നു എന്ന് പറഞ്ഞു. ആ മുസൈലിമയോട് അബൂബക്കറും അലിയും മാനവികതയാണ് കാണിച്ച് കൊന്നുകളയുകയല്ലേ ചെയ്തത്. നിങ്ങൾ സമാധാനകാംക്ഷികളാണല്ലേ, നിങ്ങൾ സമാധാന മതസ്ഥരാണല്ലേ, നിങ്ങളുടെ മതം സമാധാന മതമാണല്ലേ, നിങ്ങളുടെ പ്രവാചകൻ സമാധാനത്തിന്റെ പ്രവാചകനാണല്ലേ.
സമാധാനത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് ചെയ്ത ഒരു മാനവികതയുടെ ഒരു അംശം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഖുർആൻ 5:33 പറയുന്നു, ഇന്നമാ ജസാഉല്ലദീന യുഹാരിബൂന അല്ലാഹു വറസൂലഹു ഫയസ്ഊന ഫിൽ അർളി ഫസാദൻ വയുഖതലു അവ യുസല്ലബു ഔ തുഖത ഐദിഹിം വഅർജുലുഹും മിൻ ഖിലാഫിൻ ഫയൻഫഉ ഫിൽ അർളി ദാലിക ലഹും ഖിസിയും ഫിദ് ദുനിയ വലഹും ഫിൽ ആഖിറതി അദാബുൻ നലീം. അള്ളാഹുവിനെയോ അവന്റെ ദൂതനെയോ എതിർക്കുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയോ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്തെന്നാൽ അവർ കൊല്ലപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കപ്പെടുകയോ ചെയ്യുക എന്നതാകുന്നു. അത് അവർക്ക് ഈ ഭൂമിയിലുള്ള ശിക്ഷയാകുന്നു, പരലോകത്ത് ഇതിലും വലിയ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു. ഇതാണല്ലേ സമാധാനം? ഇതാണല്ലേ മാനവികത? അതായത് നിങ്ങളുടെ ദൈവത്തെയോ നിങ്ങളുടെ ദൈവത്തിന്റെ പ്രവാചകനായ നിങ്ങളുടെ മുഹമ്മദിനെ എതിർത്താൽ അവനെ ഒന്നിലോ കൊല്ലുക, അല്ലെങ്കിൽ അവനെ ക്രൂശിക്കുക, അല്ലെങ്കിൽ അവന്റെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും ഛേദിക്കുക. ഔത്തുക്കത്തെ ഐദീഹും അർജുലുഹും മിൻ ഖിലാഫിൻ എന്ന് പറഞ്ഞാൽ അവന്റെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്നും ഛേദിക്കുക എന്ന്. അതവൻ ഈ ഭൂമിയിലുള്ള ശിക്ഷ, ഇതിലും വലിയ ശിക്ഷ അവനെ പരലോകത്ത് കാത്തിരിക്കുന്നു എന്ന് ഖുർആൻ സൂറത്തുൽ മാഇദ 33 വാക്യമാണ്. ഇതാണോ സമാധാനം? ഇതാണോ മാനവികത? ഇതാണോ സമാധാന മതത്തിന്റെ സമാധാനം എന്ന് പറയുന്ന ജിഹാദികളെ, മുസ്ലിമീങ്ങളെ? നിങ്ങളാണോ ബാബരി മസ്ജിദിന് വേണ്ടി കണ്ണീരൊഴുക്കുന്നത്? നിങ്ങളാണോ ഹിന്ദുക്കളെ കുറ്റം പറയുന്നത്? നിങ്ങളാണോ BJP-യെ കുറ്റം പറയുന്നത്? നാണമില്ല നിങ്ങൾക്ക്? നിങ്ങളുടെ കിതാബ് മുഴുവൻ വർഗീയതയാണ്. നിങ്ങളുടെ അള്ള കാണിച്ചു തന്നിരിക്കുന്ന മുഴുവൻ വർഗീയതയാണ്. നിങ്ങളുടെ പ്രവാചകൻ ഇവിടെ ചെയ്തതും ഈ സൗദി അറേബ്യയിൽ ലോകം മുഴുവൻ ചെയ്തതും വർഗീയതയാണ്. നിങ്ങളുടെ 4 ഖലീഫമാരും അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒക്കെ ചെയ്തത് വർഗീയതകളും പരമത വിദ്വേഷങ്ങളും മാത്രമാണ്. നിങ്ങളാണോ മറ്റു മതസ്ഥരെ കുറ്റം പറയുന്നത്? നിങ്ങളാണോ ഹിന്ദുക്കളെ കുറ്റം പറഞ്ഞ് ബാബരി മസ്ജിദ് ഞങ്ങളുടേതാണ്, ഞങ്ങൾക്ക് തിരിച്ചു കയറണം, അവിടെ നിങ്ങൾ മാറി ഞങ്ങളുടെ പള്ളി തന്നെ പണിയിപ്പിക്കണം എന്നൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് നാണം ഉണ്ടോ ഇതൊക്കെ പറയാൻ? നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ ഇതൊക്കെ പറയാൻ? നിങ്ങൾക്ക് ധാർമ്മികമായ യോഗ്യത ഉണ്ടോ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ? ഓക്കെ, താങ്ക് യു, നിർത്തി.